ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോറും മുൻപേടെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സ്റ്റാലിൻ്റെ അപ്പനോടായിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഇതെല്ലാം ബാലൻ്റെ കള്ളക്കഥകളായിരിക്കും, അല്ലെങ്കിൽ 21 വർഷം മുന്നേ ഉള്ള കഥകളെല്ലാം വീണ്ടും പോയിക്കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കള്ളക്കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വലിയൊരു പണക്കാരന്, പണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്ക് വിശ്വസിക്കാനാവുകയില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ സത്യാവസ്ഥകളുണ്ട് എന്ന് ഒരു അന്വേഷണത്തിന് ഇറങ്ങുന്ന സമയത്ത് സ്റ്റാലിൻ്റെ അച്ഛൻ തടയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇത്രയും നാളായില്ലേ, അടയ്ക്കുകയാണെങ്കിൽ മടി വയ്ക്കാം, അടയ്ക്കാൻ വരമാണെങ്കിൽ എന്ത് ചെയ്യാൻ, അവൾ ഇത്രയും വളർന്ന് വലുതായില്ല, ഇനിയിപ്പോൾ അവക്കടെ കാര്യങ്ങളെല്ലാം തന്നെ അവൾ തന്നെ ചെയ്തു, അതെല്ലാം ആണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാം, ഇനി വീണ്ടും ഈ ഒരു കാര്യം നീ പൊക്കിക്കൊണ്ട് വരേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സ്റ്റാലിനൊരു ഉറച്ച തീരുമാനം എടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയും അലീനയെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിനാണ് ഒരുങ്ങുന്നുണ്ട്. ഇതേ സമയം തന്നെ ബാലചന്ദ്രൻ ചായ കുടിച്ച് പത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന പത്രം വായിച്ച് ഡോറിൻ്റെ സൈഡിൽ കണ്ട് നിൽക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ പത്രം ഇങ്ങോട്ട് കൊണ്ടുപാടി കൊച്ചേ എന്ന് പറയുകയും അലീന പത്രവുമായി വന്നതിന് ശേഷം ചായ കുടി കഴിഞ്ഞിട്ട് മതി പത്രം വായന എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അലീന പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഷെൽട്ടർ കണ്ടുപിടിക്കാൻ പോയാൽ അതിൻ്റെ വിളിയൊന്നും കണ്ടില്ല, അതുകൊണ്ട് തന്നെ സ്നേഹതീരത്ത് പുതിയൊരു KG പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് റൂം തുടങ്ങിയിട്ടുണ്ട്, അവിടെ ആയോടെ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് പോകാൻ ഇത്ര തിടക്കം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടുന്ന് പോയാൽ മാത്രമേ മേഡം ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ എന്ന് അലീന പറയുന്ന നേരത്ത് ബാലന് ദേഷ്യം കൂടി വരാട്ട്. ബാല വേഗം എന്ന് പറയുന്നുണ്ടെന്നില്ല, മേഡം നിൻ്റെ മേഡം ഇങ്ങോട്ട് വന്ന് തലതിരിച്ച് വെക്കും, എന്നെക്കൊണ്ടൊന്ന് പറയിക്കാൻ നോക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് അലീന ബാലൻ്റെ ദേഷ്യം ഒന്ന് ശമിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ റൂമിൽ നിന്ന് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കാർ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആൻ്റപ്പൻ. അതേസമയം തന്നെ പത്രോസ് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വല്ലപ്പോഴും ഒരിക്കലും ഇവനെ കഴുകാറുള്ളൂ, എന്തായാലും എങ്ങോട്ടേക്കും ഒരു ദൂരയാത്രയാണെന്ന് മനസ്സിലായി, എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായോ ആൻ്റപ്പേട്ടായി എന്ന് പറയുന്ന സമയത്ത് പോകുന്നതും വരുന്നതും എങ്ങോട്ടാണെന്ന് നമ്മളോട് പറയാറൊന്നുമില്ല, അങ്ങോട്ട് ചോദിക്കുന്നതും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ പരസ്പരം എങ്ങോട്ടായിരിക്കും സ്റ്റാലിൽ പോകുന്നത് എന്നൊരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാലിന് അങ്ങോട്ടേക്ക് ബാഗൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. വന്നൊരു മേജറിൻ്റേതായിട്ടുള്ള എല്ലാവിധ ഓർഡറോട് കൂടി തന്നെ ആൻ്റപ്പേട്ടനോടും പത്രോസിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് ശേഷം ഇവരോട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പോലും പറയാതെ തന്നെ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും ഒരു യാത്ര, എന്തായാലും പാലക്കാരൻ വന്ന് പോയതിന് ശേഷം എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞ് നാറുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണെന്ന് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ബാലചന്ദ്രനാകട്ടെ സ്വർണ്ണക്കടയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ആ ഒരു സമയത്താണ് അലീന ബാലനുമായിട്ടുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ചായ കുടിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബാലനാണ് അത് സമ്മതിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് സ്റ്റാലിൻ്റെ കോള് വരുന്നതായിട്ട്, താൻ പാലയ്ക്കടുത്ത് വരെ എത്താറായിട്ടുണ്ട്, നേരത്തെ വിളിച്ച് പറയേണ്ടതായിരുന്നു, എനിക്കിന്ന് നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ടൊരു സമയം തരാമോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് തീർച്ചയായിട്ടും എങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. താനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അങ്ങോട്ടേക്ക് വരേണ്ട ടൈമല്ല തന്നെ അറിയിക്കാമെന്നും സ്റ്റാലിൻ പറഞ്ഞതിന് ശേഷം സ്റ്റാലിനാണ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോള് വരുന്ന സമയം തന്നെ അലീന ബാലിന് ചായ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഉള്ളിലൊരു ആകാംക്ഷയോട് കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ ബാലൻ. ഇതേ സമയം തന്നെ സ്റ്റാലിൻ ഹോട്ടലിലേക്ക് ചെന്നതിന് ശേഷം റൂമൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അലീനയുടെ യാത്രയും പറഞ്ഞ് വണ്ടിയിൽ കയറുന്ന സമയത്താണ് എൻ്റെ കോള് വരുന്നത്. സ്റ്റീഫൻ വിളിച്ചതിന് ശേഷം ഇന്ന സമയത്ത് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം എല്ലാം തന്നെ അലീന മാറി നിന്ന് കാണുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബാലൻ പ്രത്യേകിച്ച് ഒന്നും പറയാതെ തന്നെ കോള് കട്ട് ചെയ്തതിന് ശേഷം തൻ്റെ റൂം പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് അലീനയോട് പറയുമ്പോൾ അതിന് റൂം പൂട്ടാതെയല്ലേ പോകാറുള്ളതെന്ന് അലീന ചോദിക്കുന്നുണ്ടോ. ഞാനത് മറന്നു, അതല്ല, ആ ഒരു താക്കോല് പൂട്ടി ഞാൻ എവിടെയോ വെച്ചപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ട് നീ അത് പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാതിന് ശേഷം ഗോവർദ്ധനെ വിളിച്ചിട്ട് എത്രയും വേഗം വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കാര്യം എന്താണെന്ന് പറയാതെ തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്യട്ടോ. അലീന പോയിട്ട് തിരികെ വരുന്ന സമയം തന്നെ ഒന്ന് യാത്ര പോലും പറയാതെ തന്നെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അച്ഛന് ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ടെൻഷനോട് കൂടി തന്നെ അലീന നേരെ അകത്തേക്ക് ചെന്നതിന് ശേഷം ശരണ്യെ ഫോൺ വിളിക്കേണ്ടത്. ശരണ്യ ഈ ഒരു സമയത്ത് പഠിക്കുകയായിരിക്കും. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം ശരണ്യ ഇത്രയും ദിവസമായിട്ട് തന്നെ വിളിക്കാത്തതിനുള്ള പരിഭവമൊക്കെ പറയുന്ന സമയത്ത് വിളിക്കാത്തതിന് കാരണവും തിരക്കും എല്ലാം തന്നെ അലീന പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിന് ശേഷം ഇവിടുന്ന് താൻ പോകാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെ അലീന പറയുമ്പോഴത്തേക്ക് ചേച്ചി എന്തിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് പോകുന്നത്, ചേച്ചി അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് കാണാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും ഇല്ല, എന്തായാലും നിന്നെ കാണണം തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും, എന്തായാലും അടുത്ത ആഴ്ച തന്നെ ഞാൻ വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അലീന ശരണ്യയുടെ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറയുകയാണ്. അതിന് ശേഷം അവൾ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.